നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലേക്ക് റിയാക്ഷനാണ്. പുഷ്പ ടു ദ റൂൾ. ഒരു സീരീസിനുള്ള സംഭവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ സുകുമാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, KGF പോലെ പോലെയോ? അതുപോലെ അങ്ങനെ പറ. KGF പോലെ എന്ന് പറയുന്നത് KGF അതുപോലെ. ഓക്കെ, എന്തായാലും ആള് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. KGF 2 ഇറങ്ങുന്നു, അതിനുശേഷം ആ ഒരു ലെവലിലേക്ക് വളരണം എന്നുള്ള രീതിയിൽ ഇതിന് കുറച്ച് കൂടുതൽ മിനുക്ക് പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് KGF 2 റിലീസ് ചെയ്തതിന് ശേഷമാണ് ആ മിനുക്ക് പണി കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതെ അതെ, ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ KGF ഓർമ്മിപ്പിക്കും അല്ലേ? KGF മാത്രമല്ല, നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സംഭവങ്ങളുണ്ട്. 4-5 സിനിമകളിൽ നമുക്ക് തോന്നിയിട്ട് അത് രസമായിട്ട് പറഞ്ഞ സാധനം കേട്ടോ. എന്തായാലും സിനിമ കാണുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതൊക്കെ അതുപോലെയാണോ എന്നുള്ളത്. പക്ഷേ കുറേ കാര്യങ്ങളിൽ സിമിലാരിറ്റി KGF 2 ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആള് പറഞ്ഞിട്ട് തന്നെ ചെയ്തതാ കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും ആളെ കുറ്റം പറയാൻ പറ്റില്ല. അത് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അല്ല, കാരണം അറിയോ, പുഷ്പ പോലെ ഇറക്കിയാൽ പോരാ, KGF 2 പോലെ ഇറക്കണം. അതല്ല, പുഷ്പ പോലെ ഇറക്കാൻ പോരാ, ഇനി അതിനേക്കാളും വലുതാവണം. കാരണം പുഷ്പ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന സാധനമല്ല, ഇൻ്റർനാഷണൽ ലെവലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ വലുപ്പം വേണ്ടേ? തീർച്ചയായിട്ടും. നീയും അതല്ലേ ആഗ്രഹിക്കുന്നത്? ഞാൻ സത്യമായിട്ട് പറയാം, പുഷ്പ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പി ആയിരിക്കില്ല. ഇപ്പം എനിക്ക് ബ്രഹ്മാണ്ഡം എന്നുള്ള രീതിയിൽ വലുതായിട്ട് തന്നെ കിട്ടണം. അതെന്തായാലും പണി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നിയത് ട്രെയിലർ 2 കണ്ടപ്പോൾ. ഇതിൻ്റെ ട്രെയിലർ 2 അല്ല, പുഷ്പ 2ൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എന്തായാലും ഒരു ടോക്ക് ഉണ്ട്, അത് അതുപോലെ തന്നെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. കൂടുതലും കേരളത്തിലാണ് കേട്ടോ സംഭവങ്ങളൊക്കെ. മലയാളി ഓഡിയൻസ് ആണ് ഇത് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തെലുങ്ക് ചാനലൊക്കെ കണ്ടു കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതൊക്കെ ചെറിയ രീതിയിലുള്ളൂ, അതൊക്കെ ഓരോ ക്ലിപ്സ് ഇങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ ചില സാമ്യമുള്ള അതുപോലെയുള്ള ഷോട്ടുകളൊക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ. എന്തായാലും ഇതിൻ്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, നമ്മുടെ PK ട്രോൾസ് ചെയ്തത്, നമുക്കൊന്ന് കാണാം. ഓക്കെ. പുഷ്പ 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 നിർത്തുവോ? രണ്ട് ചൊങ്കന്മാരിലെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഞാൻ കണ്ടതാ. കൊള്ളാം. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. അതിലൊരു ആക്കലുണ്ടല്ലോ. അത് പുഷ്പ എന്നത് ഒരു പേരല്ല. പുഷ്പ എന്നത് ഒരു പേരല്ല. പിന്നെ ആരാവൻ? പുഷ്പ ഒരു ബ്രാൻഡാ. ആരിവനാ? ഇല്ല, ഭീകരാണല്ലോ. സ്റ്റൈലൊക്കെ ഉണ്ട്. എനിക്ക് അവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. അതേ റൂട്ടിലാണ് നിന്റെയും പോക്ക്. അസൂയ. നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. ചെറുകൻ അത് 100% കാര്യം. ഉപ്പായൊക്കെ മാറ്റി വന്നൊരു പ്രത്യേക രീതിയിലാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. അതിന്റെ ആന്റിസിപ്പേഷൻ കാരണം പുഷ്പ 1 ശേഷം ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. നീ നടക്കുമല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. KGF ചാപ്റ്ററൊക്കെ കണ്ടിട്ട് സുകുമാർ പറഞ്ഞത് ഇപ്പൊ ഓൾറെഡി ഉള്ള പുഷ്പ 2 സ്ക്രിപ്റ്റ് മുഴുവൻ മാറ്റി മറിച്ച് ഇതിലും വലിയ സാധനം ഡെലിവറി ആയിരുന്ന രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് മുതലേ ഈ സിനിമ എടുത്തോണ്ടിരുന്നത്. ഇതിലും ഡോസ് ഞാൻ എഴുതുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിലിരുന്ന് നാടണം, അതിവിടെ പലരും കാണണം. ആ ഒരു ഇന്റൻഷൻ എനിക്ക് ഈ സിനിമ ഒരു ട്രെയിലർ ഫീൽ ചെയ്തു. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി.
എവിടെയോ കണ്ടു പഴകിയ പോലത്തെ പരിചയം തോന്നുന്നുണ്ട്. കൊഞ്ചം അങ്കേ പാർക്കണ്ണ. ബാംഗ്ലൂരിൽ ഒരു റെയ്ഡ് നടന്നു. അവർ 80 പേരുണ്ടായിരുന്നു. നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് സാധനങ്ങളൊക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റി. ഈ ഒരു ഗോൾഡ് ബിസ്ക്കറ്റ് അവർക്ക് കിട്ടിയുള്ളൂ. അതേമാതിരി പണി തൊലക്കണമാ. എവിടെയുണ്ടത്? പിള്ളേര് സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് മൈസൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതല്ല, ആ ഒരു ബിസ്ക്കറ്റ് ഇപ്പൊ എവിടെ? അത് കിട്ടാൻ വേണ്ടി ഏഴ് മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്താനുള്ള പുഷ്പയുടെ പോളിസി. നോക്കച്ച എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണ്ടേ പറയൂ. അയ്യോ ഇപ്പൊ കഴിഞ്ഞില്ല വലുതായിട്ട് തന്നെ തരുമോ? അതേ പോസ്റ്റ്, അതേ പോസ്റ്റേഴ്സ്, അതേ പരിപാടി മൊത്തം. പേര് കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. നാഷണലാണെന്ന് കരുതണ്ട. തന്നെ അല്ലെങ്കിൽ അതേപോലത്തെ സാധനം തന്നെ വേണം എന്ന രീതിയിൽ മൈൻഡ് സെറ്റോടെ എടുത്ത പോലെ തോന്നുന്നുണ്ട് പല സമയത്തും ഈ ഒരു പടം. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? വെറുതെ ഉരുളാതാക്കാൻ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? സോ എങ്ങനെ ഉണ്ടാവുന്നത് കണ്ടു തന്നെ അറിയണം. റീസെന്റ് പുറത്തിറങ്ങിയ പല സിനിമകൾ ആൽബം വെച്ച് ട്രെയിലർ കണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നു, എങ്ങനെയാവുന്നു ആർക്കറിയാം. എന്റെ പുണ്യാളോ കാത്തോളേ. അയ്യോ, അല്ലെങ്കിൽ പൊതുവെ ഒരു ആക്ഷേപമുണ്ട് ഞങ്ങൾക്കെതിരെ, അതായത് പുഷ്പ സിനിമയോട് പുച്ഛാണ് എന്നുള്ള ഒരു പൊതുവെപ്പുണ്ട്. ഇനി ഏത് പൊട്ടം നോക്കിയാലും മനസ്സിലായി ഇവന്മാര് നല്ല പുച്ഛിക്കലാണ്. അതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. എന്നാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് റീലോഡ് മീഡിയ ലാസ്റ്റ് പറഞ്ഞൊരു സാധനല്ലേ, നമുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ആ പേടിയുണ്ട്. ട്രെയിലർ വന്നു കഴിഞ്ഞിട്ട് ഒരു സിനിമയെ കുറിച്ച് നല്ലത് പറയാൻ പറ്റൂല. അതെന്താ പറയുക, ഈ അടുത്ത കാലഘട്ടങ്ങളിലെ അനുഭവിച്ചത് അത് ഭീകരമായിട്ട് പീക്ക് ലെവലിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സത്യം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം കേട്ടോ. അതിൻ്റെ മറ്റ് അപ്ഡേറ്റ്സുകൾ നോക്കിയിട്ടേ ഒരിക്കലും നമ്മൾ സിനിമയുടെ ഒരു ഭാവി ആദ്യമേ കുറിച്ചിടാൻ പറ്റില്ല. അതൊരു സത്യമാണെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യം കൂടി നമുക്ക് ഇതിലങ്ങ് ഉൾപ്പെടുത്തിയാലോ? അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു എന്നുള്ളത്. അതിൽ ഒന്നാണ് ഈ സിനിമയിൽ അത് അങ്ങനെ സംഭവിക്കുമെന്നുള്ള അറിഞ്ഞൂടാ, രശ്മിക മരിച്ചു എന്നുള്ള രീതിയിൽ ഒരു സംഭവമുണ്ട്. അതായത് ആളുടെ കൂടെയുള്ള പുഷ്പയുടെ കൂടെയുള്ള ആരോ ആണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ചന്ദനമുട്ടിയൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നൊരു സീനുണ്ട്. കറക്റ്റ് നമ്മുടെ KGF സംഭവമുണ്ട്. അതെ, അത് ആ സമയങ്ങളിലുള്ള കുറച്ച് ഷോട്ടുകളുണ്ട്, എല്ലാം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോ KGF-നെക്കാളും മുകളിൽ എടുക്കാന്ന് പറഞ്ഞിട്ട് KGF പോലെ തന്നെ എടുത്തു വെച്ചല്ലേ. അതാ പറഞ്ഞത്, KGF-നെക്കാളും മുകളിലായിരിക്കും എന്നാ പറഞ്ഞത്. സംഭവം ശരി അല്ല. എന്തായാലും പക്ഷേ ഡീകോഡേഴ്സൊക്കെ പല രീതിയിൽ, അതായത് രശ്മിക മരിച്ചു എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും, ഒരു നിർണയത്തിലെത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കരുതുന്നില്ല. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു സാധനം. ഇനി അല്ലാണ്ട് അല്ല, ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യും. കാരണം അറിയോ, അതായത് രശ്മികയുടെ ഡയലോഗ്, അതായത് രശ്മികക്ക് കുറച്ച് കൂടുതലായിട്ട് ഹാർഡ് കോർ ഒരു അടിമത്തം പോലുള്ള ക്യാരക്ടറാണ് പുഷ്പ. ആളെന്ത് പറഞ്ഞാലും ചെയ്യുമെന്നുള്ള ലെവലിലേക്ക് രശ്മികയുടെ ക്യാരക്ടറിനെ ഉയർത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആളുടെ കൂട്ടത്തിലുള്ള ആരോ തട്ടിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. രശ്മികനെ തട്ടാൻ സാധ്യതയില്ല എന്ന് പറയാൻ കാരണം എന്താ പറയുമോ, രശ്മികക്ക് അത്രത്തോളം ഫാൻ ബേസ് ഉണ്ട്. പിന്നെ തെലുങ്ക് ഫാൻസ് ഒരിക്കലും നായികയെ കൊന്നിട്ടൊന്നുള്ള പരിപാടി ചെയ്യൂല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള മറ്റൊരു അവതാരത്തിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും രശ്മികക്ക് പകരം, എന്നിട്ടേ തട്ടുള്ളൂ. പ്രത്യേകിച്ച് സുകുമാറൊക്കെ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. എന്താണെങ്കിലും സിനിമേന്റെ എന്താണെന്നുള്ളത് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇതുവരെ കണ്ടതും ഇതുവരെ വന്നതും വെച്ചിട്ട് നമ്മൾ പറയുന്ന സംഭവങ്ങളാണ്. എന്താ പറയാ, സിനിമ ഇപ്പൊ ട്രെയിലർ കണ്ടു, ട്രെയിലർ നമുക്ക് ഭയങ്കര ഇഷ്ടമായി തന്നെയാണ്. ഇപ്പോഴും പറയുന്നു, ഇത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ട്രെയിലർ നല്ലൊരു
അതായത് അടിപൊളി ഒരു സിനിമയ്ക്കുള്ള എല്ലാ സാധനവും അതിനകത്ത് അല്ല ഉൾപ്പെടും. നമ്മൾ കാത്തിരിക്കുന്ന അതിനാണ് ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ. പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര ജഗപ്പോക പരിപാടി ആവണം. ഇങ്ങനെയുള്ള സിനിമ അതിനല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓർമ്മ കിട്ടിയതല്ലായിരുന്നു മാർട്ടിൻ അയ്യോ പരിപാടി പേടിപ്പിക്കലടേ. അല്ല നമുക്ക് മതിയായില്ല. അയ്യോ അത്ര ജഗപ്പോക വേണ്ട, കുറച്ച് കുറക്കാം. അല്ല എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാന്ന് പറയാം. അല്ല ഇതിൽ വേറെ കാര്യമുണ്ട്. അതായത് നമ്മുടെ പുഷ്പയുടെ കൂടെ വലങ്കൈയായിട്ട് നിൽക്കുന്ന ആളുടെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞു പോയി. ആളുടെ കണ്ണിതിലില്ല. ആൾക്ക് അത് കണ്ടായിരുന്നോ? അതായത് പുഷ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സീനില്ല. ആ സമയത്ത് ആളുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്, കണ്ണില്ല, കണ്ണ് പോയിട്ടുണ്ട്. ആരോ ചോദിച്ചിട്ടുണ്ട്, മിക്കവാറും അത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നുണ്ടാവും, കുത്തിയെടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കൊള്ളാം. എല്ലായിടത്തും ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും കാത്തിരിക്കാം December 5 വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.